ഹായ് ഹലോ. ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. മഴ വന്നപ്പം തന്നെ രണ്ടുപേർക്കും വെള്ളത്തിൽ കളിക്കണം, മഴയത്ത് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും നല്ലതുപോലെ മഴയത്ത് കളിച്ചിട്ടുണ്ട്. രാത്രി അത്യാവശ്യം ചെറിയൊരു കാറ്റടിച്ചതുകൊണ്ട് നമ്മളെ മുറ്റത്തുള്ള വാഴ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന കൊല വീണിട്ട് അത് നമുക്ക് ഇനി പഴുപ്പിക്കാനൊന്നും പറ്റൂല, മൂത്തിട്ടില്ലായിരുന്നു. പക്ഷെ അത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളത് പറിച്ച് ഉപ്പേരി വെക്കാൻ വേണ്ടി നോക്കി. ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ കറയൊക്കെ പോക്കിയിട്ടാണ് ഇത് ഉപ്പേരി വയ്ക്കുക. അങ്ങനെ മുളകും അതുപോലെ കടുകും ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മളത് ചീഞ്ചട്ടിയിലേക്കിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുക. വേറെ തേങ്ങയും കാര്യങ്ങളൊന്നും ഇടൂല. ഇത് അങ്ങനെ തന്നെ വേവിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ചേച്ചി വരുമ്പോൾ ഒരു കടച്ചക്ക കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാൻ വേണ്ടി നോക്കി. തേങ്ങ വറുത്തരച്ച് കറി വെച്ചാലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുകയെന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഇത് ഉപ്പേരി വെക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഞാൻ ഇതുവരെ ഉപ്പേരി വെച്ചിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഉപ്പേരി വെച്ചിട്ട് കഴിച്ചിട്ടില്ല. കറി വെച്ചത് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കറിയും വെക്കുന്നത്. അപ്പം അത് അത്യാവശ്യം നല്ലോണം തേങ്ങ വറുത്തരച്ചിട്ട് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ ആദ്യം വെച്ച പച്ചക്കായൻ്റെ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട്. അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതൊന്ന് അടുപ്പത്തിന് ഇറക്കി വെച്ച് പിന്നെ കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വൈകിട്ടത്തേക്കാണ് കപ്പ. പിന്നെ ഉച്ചയ്ക്ക് എല്ലാ പണി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കപ്പയും നന്നാക്കി കുക്കറിൽ അവിടെ വെച്ചു. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ കുറച്ച് പറഞ്ഞാൽ വളരെ കുറച്ചുണ്ടായിരുന്നു, ഒരു 5-6 പീസേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇന്നലെ വാങ്ങിച്ച് കറി വെച്ചതിന് ബാക്കി കുറച്ച് എടുത്ത് വെച്ച പീസായിരുന്നു. അപ്പോൾ ഒന്ന് കറി വെച്ചാൽ വൈകുന്നേരത്തേക്ക് നമുക്ക് കപ്പയ്ക്ക് എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തേങ്ങ വറുത്തൊക്കെ അരച്ച് കടച്ചക്കേൻ്റെ കറി അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അതിൽ നമ്മൾ പിന്നെ വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. വറവിടലൊക്കെ ഞാൻ ആദ്യം തന്നെ വറവിട്ടതിൻ്റെ അകത്തേക്കാണ് ഈ ചക്കട്ട് വേവിച്ചതൊക്കെ. അപ്പം അത് റെഡിയായി. പിന്നെ നമ്മൾ ചെറിയൊരു കുക്കർ എടുത്തിട്ട് നമ്മൾ ചിക്കനിലേക്കുള്ള കുറച്ച് എന്താ പറയുക, ഉള്ളി, കിഴങ്ങ്, തക്കാളി ഇതൊക്കെ നന്നാക്കി കുക്കറിലൊന്ന് അടിച്ചെടുത്തു. എന്നാൽ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ചീഞ്ചട്ടിയിലാണ് വെച്ചത്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് കുക്കറിലും ആവല്ലോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു കറി അത്രയേ ഉള്ളൂ. കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ചോറൊക്കെ വിളമ്പി വെച്ച് എല്ലാ ഇതും പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കലും എടുത്ത് കൊണ്ടുപോയി വെക്കലാണ് ഏറ്റവും വലിയ പണി.